നാളെ നിങ്ങൾ വാളും പരിചയമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇറങ്ങണ്ടെന്ന എന്റെ അഭിപ്രായം, അങ്ങനെ ഇറങ്ങാൻ പാടുള്ളതുമല്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ സഹോദരിമാർ ഏത് സമയത്തും വിശുദ്ധമായ ഈ മരണത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക. അത് പൊതുവെ അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മൂന്നാമത് മഹാനായ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്റെ ചിന്ത മുഴുവനും ഞാൻ ചിന്തിച്ചത് മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയത്ത്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം റൂഹ് പിടിക്കുന്ന സമയത്ത് ചില ആളുകൾ മുസ്ലിമായിട്ട് മരിക്കും. അല്ലാഹുവേ, എന്റെ റൂഹ് മുസ്ലിമീങ്ങളോടൊപ്പമാണോ അതല്ല എന്റെ റൂഹ് കാഫിരീങ്ങളോടൊപ്പമാണോ? ഫലാ അദ്രി മാ യഖ്റുജു ഫിൽ ജവാബ്. അതിന്റെ ഉത്തരം എനിക്കറിയില്ല. മരിക്കുന്ന സമയം എങ്ങനെയാണെന്ന് എനിക്കറിയാത്തത് കൊണ്ട് മക്കളെ, നിങ്ങളോടൊപ്പം സംസാരിക്കാൻ എനിക്ക് സമയമില്ല. എന്താ പറഞ്ഞത്? മരിക്കുന്നത് ഒന്നുകിൽ മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ കാഫിറായിട്ടായിരിക്കും. രണ്ട് രീതിയിലല്ലാതെ ഇത് രണ്ടിന്റെ ഇടയിൽ ആരും മരിക്കൂല. പകുതി മുസ്ലിമും പകുതി കാഫിറായിട്ട് ആരും മരിക്കൂല. ഒന്നുകിൽ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ കാഫിറായിട്ട്. നമ്മൾ ഏതെന്ന് നമുക്കറിയാൻ പറ്റുമോ? യൂസുഫ് നബി ദ്വാരം എന്താണ്? നമ്മൾ ദ്വാരക്കാൻ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഉസ്താദേ. നമുക്കിപ്പോ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെയാണ്. മുസ്ലിമായിട്ട് മരിക്കാൻ ദ്വാരക്കേണ്ട കാര്യം എന്താ? ഞങ്ങളൊക്കെ മുസ്ലിം അല്ലേ? എന്റെ വാപ്പായി മരിക്കുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോഴാണ് മരിച്ചത്. എന്റെ ഉമ്മാണെങ്കിൽ മൗലൂദ് കിതാബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. എന്റെ മൂത്ത സഹോദരി ഹദ്ദാദ് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. എന്റെ കാക്കായാണെങ്കിൽ കോഴി അറുത്തോണ്ടിരുന്നപ്പോഴാണ് മരിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ മരണം എങ്ങനായിരിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ എങ്ങനെ മരിക്കുക? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാൻ ചുരുങ്ങും, ഈമാൻ വർദ്ധിക്കും. അൽ ഈമാനു യസീദു വ യൻഖുസു. നബി തങ്ങൾ പഠിപ്പിച്ചു, ഈമാൻ ചുരുങ്ങും, ഈമാൻ വർദ്ധിക്കും. എപ്പോഴും ചുരുങ്ങിയാലും എപ്പോ വർദ്ധിച്ചാലും അൽഹംദുലില്ലാ, മരിക്കുന്ന സമയത്ത് പരിപൂർണ പവർ 916 ഈമാനായി നമ്മുടെ ഈമാൻ എത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഈമാൻ നൽകട്ടെ നമുക്ക്. മരിക്കുന്ന സമയത്ത് ഈമാൻ അള്ളാഹു കൂടുതൽ തരട്ടെ. നല്ല പവറും എനർജിയും ആ സമയത്ത് അള്ളാഹു നമുക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചിന്തയാണ് എന്നെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയതെന്ന് ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. നമ്മുടെ വിഷയം നാം വിസ്മരിക്കുന്ന മഹ്ശറ അല്ലേ ഹാരിസ് ഉസ്താദേ? അങ്ങനല്ലേ? വിസ്മരിക്കുന്ന മഹ്ശറ. നിങ്ങൾ നോക്ക്, നമുക്ക് എന്തുറപ്പാണ്? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകന്റെ മകനാണ്. ആരാ പ്രവാചകൻ? യാക്കൂബ് നബി അലൈഹിസ്സലാം. ഒരു പ്രവാചകന്റെ മകനായ മറ്റൊരു പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. സൗന്ദര്യം കൊണ്ട് അല്ലാഹു തആല തെരഞ്ഞെടുത്ത ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ രാജകുമാരൻ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അധികാരം കിട്ടി, എല്ലാം കിട്ടിയപ്പോഴും ദുആ എന്താ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്. ശ്രദ്ധിക്കണേ. ഒരു മനുഷ്യന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ പറയാ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്. ഒന്ന് അധികാരം, നീ എനിക്ക് അധികാരം തന്നു തമ്പുരാനെ. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. നീ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു, വിവരം തന്നു. ഫാത്തിറ സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹ്. അന്ത വലിയ ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലെ ആഖിറത്തിന്റെ എല്ലാ സംരക്ഷകനും നീയാ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, തവഫനി മുസ്ലിം, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. അപ്പൊ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അധികാരവും, മറ്റൊന്ന് ഇൽമും. ഒന്ന് അധികാരവും, മറ്റൊന്ന് ഇൽമും. ഇത് രണ്ടും ഒരു മനുഷ്യനെ ഒരുപക്ഷെ ഈമാൻ ഇല്ലാതെ അവനെ മരണത്തിലെത്തിക്കാം, ഒരുപക്ഷെ ഇത് ഈമാനുള്ള മരണത്തിലും എത്തിക്കാം. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, റബ്ബേ അധികാരമൊക്കെ നീ തന്നു എനിക്ക്, പക്ഷേ അല്ലാഹുവേ എന്നെ മുസ്ലിമാക്കി നീ ഒന്ന് മരിപ്പിക്കണം, എനിക്ക് അത്ര ആഗ്രഹമുള്ളൂ. മുസ്ലിമായി മരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്തുകൊണ്ടാ? ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു സംഭവം. എന്റെ നിങ്ങളുടെ വീട്ടിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ പറയാം. എന്താണെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് മരിക്കാൻ നേരമെത്തുമ്പോൾ, ഒരു മനുഷ്യന് മരിക്കാൻ നേരമെത്തുമ്പോൾ ആ മനുഷ്യന്റെ അടുക്കൽ മാലാഖമാര് കടന്നു വരുമെന്ന, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരുമെന്ന. പക്ഷേ അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണ്ട, അവന്റെ ചാരത്ത് പിശാച് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാണ് പിശാച് കടന്നു വരുന്നതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ? വാപ്പാന്റെ കോലത്തിൽ പിശാച് വരും, ഉമ്മാന്റെ കോലത്തിലും പിശാച് വരുന്നതാണ്. ഇത് പഠിപ്പിച്ചത് ഇന്നേ വരെ തമാശയ്ക്ക് പോലും അതരങ്ങളിൽ നിന്ന് അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വന്നിട്ടില്ലാത്ത മദീനയുടെ മാണിക്യമേ, മക്കയുടെ മാണിക്യമേ, മക്കയുടെ മരതകമേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു മനുഷ്യൻ മരിക്കാൻ നേരമെത്തുന്ന സമയത്ത് അവന്റെ വാപ്പാടെ കോലത്തിൽ പിശാച് അവന്റെ അടുത്തെത്തിയിട്ട് പറയുന്നു, പൊന്നുമോനെ, ഞാൻ വാപ്പയാണ് അറിയല്ലോ, എന്റെ ചോര നീരാക്കിയിട്ടാടാ നിന്നെ ഞാൻ വളർത്തിയത്, കഷ്ടപ്പെട്ടാടാ നിന്നെ ഞാൻ പോറ്റിയത്, എന്റെ തോളത്താടാ നിന്നെ ഞാൻ വളർത്തിയത്, ഒരു അപകടത്തിൽ നിന്നെ വീഴാതെ സൂക്ഷിച്ചത് ഈ വാപ്പയല്ലേ. സഹോദരങ്ങളെ, വാപ്പയെ നമ്മൾ അത്ര വിശ്വസിച്ചു പോകും, അതുകൊണ്ടാണ് വാപ്പയുടെ കോലത്തിൽ വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ മനുഷ്യനും മരിക്കാൻ നേരത്ത് അവന്റെ അടുത്ത് വന്നിട്ട് വാപ്പയുടെ കോലത്തിൽ വന്ന പിശാച് പറയുമത്രേ, നീ മരിക്കുന്നെങ്കിലും മുസ്ലിമായി മരിക്കല്ലടാ, മരിക്കുന്നെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയായി മരിക്കണേ, അതാണ് യഥാർത്ഥ മതം പൊന്നുമോനെ. ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ മരിച്ചു മോനെ, ക്രിസ്ത്യാനിയാകിട്ടാ ഞാൻ മരിച്ചത്. അതുകൊണ്ട് പടച്ചവന്റെ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പഠിപ്പിച്ച കാര്യമാണ്. ഉമ്മ വാപ്പാന്റെ കോലത്തിൽ വരുന്ന ശൈത്താൻ പറയുന്നു, പൊന്നുമോനെ, ഞാൻ ക്രിസ്ത്യാനിയായി മരിച്ചത് കൊണ്ട് ഞാൻ വിജയിച്ചടാ. അതുകൊണ്ട് മോനോട് എനിക്ക് പറയാനുള്ളത്, മോനെ അപകടത്തിൽ ഒരിക്കലും ഞാൻ തള്ളിവിടൂലല്ലോ. വാപ്പിച്ച പറയട്ടെ, നീ ഒരു മുസ്ലിമായിട്ട് മരിക്കരുത്, നിനക്ക് രക്ഷയില്ല. ഒരു ക്രിസ്ത്യാനിയായിട്ട് നീ മരിക്കണേ മോനെ. ഇത് കേട്ടാ ഏത് പോരുവഴിയിലെ മക്കളാ അനുസരിക്കാത്തത്, ഏത് മക്കളാ അനുസരിച്ചു പോകാത്തത്? കാരണം വാപ്പ ഇന്നേ വരെ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടില്ല, വാപ്പ ഇന്നേ വരെ നമ്മളെ ചൂടാക്കിയിട്ടില്ല, വാപ്പ ഇന്നേ വരെ നമ്മളെ ചീത്ത വിളിച്ചിട്ടില്ല. ആ സമയത്ത് നമ്മൾ അങ്ങനെ ചില സാഹചര്യങ്ങളിൽ വാപ്പയുടെ വാക്ക് കേട്ടിട്ട് ക്രിസ്ത്യാനിയായി മരിച്ചു പോകുന്നതാണ്. എന്നാ ചില ആളുകളുടെ അടുക്കൽ ഉമ്മയുടെ കോലത്തിലാണ് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കോലത്തിൽ അവന്റെ അടുക്കൽ മരണാസന്നനാകുമ്പോൾ കടന്നു വന്നിട്ട് പറയും, പൊന്നുമോനെ, പൊന്നുമോളെ, ഞാൻ നിന്റെ ഉമ്മയല്ലേ, 9 മാസം 10 ദിവസം നിന്നെ ഞാൻ വയറ്റി ചുമന്നില്ലേ, മരണസമാനമായ വേദന സഹിച്ച് ഞാനും നൊന്ത് പ്രസവിച്ചില്ലേ, 2 വയസ്സ് വരെ ഞാൻ നിനക്കെന്റെ പാനപാത്രം ഞാൻ നീട്ടിത്തന്നില്ലേ, നീ എന്നിൽ നിന്ന് സ്തനപാനം നടത്തിയില്ലേ, നീ എന്നിൽ നിന്ന് പാല് കുടിച്ചില്ലേ, നിന്റെ മലമൂത്ര വിസർജനം നീ എന്റെ മടിത്തട്ടിലല്ലായിരുന്നു, നിന്റെ കൈ പിടിച്ചിട്ട് പിച്ച വെപ്പിച്ചത് ഞാനല്ലേ, സംസാരിപ്പിച്ച് പഠിപ്പിച്ചത് ഞാനല്ലേ. എന്റെ പൊന്നുമോനെ, ഉമ്മ എവിടെയെങ്കിലും നിന്നെ അപകടത്തിൽ പെടുത്തിയിട്ടുണ്ടോ? ഈ ഉമ്മ പറയുന്ന ഒന്ന് പൊന്നുമോൻ കേക്ക്, പൊന്നുമോള് കേക്ക്. ഉമ്മ പറയുകയാണ്, ഒരിക്കലും മുസ്ലിമായിട്ട് മരിക്കല്ലേ, മരിക്കുന്നെങ്കിൽ ജൂതനായിട്ട് മരിക്കണേ. കാരണം ഉമ്മ മരിച്ചതെങ്ങനാണ്. അതുകൊണ്ട് പൊന്നുമോനെ, പൊന്നുമോനെ, ജൂതനായിട്ട് മരിച്ചെങ്ങുവാ, നിനക്ക് ഇവിടെ രക്ഷയുണ്ട്. ഉമ്മയുടെ വാക്ക് ധിക്കരിക്കല്ലേ പൊന്നുമോനെ എന്ന് പറയുമ്പോ പോരുവഴിയിലെ ഏത് പെങ്ങളാ, ഏത് സഹോദരനാ അത് കേൾക്കാത്തത്? നിബിതങ്ങൾ പറയുകയാണ്, ആ സമയത്ത് ജിബ്രീൽ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരണം, ജിബ്രീൽ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരണം. ആ ജിബ്രീൽ കടന്നു വന്നിട്ട് പറയണം, പൊന്നുമോനെ, ആ വന്നത് വാപ്പയല്ല, ഉമ്മയല്ല, അത് വേഷപ്രച്ഛന്നനായി പിശാച് വന്നതാണ്, നീ മരിക്കേണ്ടതും മുസ്ലിമായി തന്നെയാണ് എന്ന് ജിബ്രീൽ നമ്മുടെ ചാരത്ത് വന്ന് പറഞ്ഞില്ലെങ്കിൽ പടച്ചവനാണ്, നമ്മൾ ഈമാനില്ലാതെ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ടൊരു ദുആ കൂടി പഠിപ്പിച്ചു. അതുകൊണ്ട് മരണാസന്നമാകുന്ന സമയത്ത് ജിബ്രീൽ വരണം, ജിബ്രീൽ വന്നിട്ട് നമുക്ക് അല്ലാഹുവിന്റെ തൗഹീദിനെ പഠിപ്പിച്ചു തരണം, എന്നിട്ട് മുസ്ലിമായി മരിക്കാനുള്ള അവസരം ഒരുക്കി തരണം. അതിന് നിങ്ങൾ പതിവാക്കേണ്ട ഒരു ദുആ ഏതെന്നറിയോ? റബ്ബനാ
ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഈ ദുആ മുടങ്ങാതെ ഓതിക്കോ, ഈ ദുആ മുടങ്ങാതെ ഓതിക്കോ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഹിദായത്ത് തന്നതിന് ശേഷം ഞങ്ങളെ നീ വഴിപിഴപ്പിക്കല്ലേ അല്ലാ. ഹിദായത്ത് തന്നിട്ട് നീ ലലാലിയത്തിലേക്ക് കൊണ്ടുപോകല്ലേ. നൂറ് തന്നിട്ട് ദുൽമത്ത് തരല്ലേ അല്ലാ. ഇരുള് തരല്ലേ, വെളിച്ചം തരണേ അല്ലാ. എപ്പോഴും ദുആ ചെയ്തോ, എപ്പോഴും ദുആ ചെയ്തോ. എന്നിട്ട് നമ്മൾ പറയണം വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നിന്നിൽ നിന്ന് ഔദാര്യത്തോടെ സമ്മാനമായി നിന്റെ കരുണ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഇന്നക അൻതൽ വഹാബ്. നീയാണ് ഏറ്റവും നല്ല സമ്മാനം കൊടുക്കുന്നവനെന്നല്ലേ. അതുകൊണ്ട് പടച്ചവനെ ഈമാൻ സലാമത്താക്കി തരണയെന്ന് ജീവിതത്തിൽ മുടങ്ങാതെ ദുആ ചെയ്യുമോളെ. ഒരു ദിവസം പോലും ആ ദുആ ഒഴിവാക്കല്ലേ. ഒരു വഖത്ത് പോലും ആ ദുആ ഒഴിവാക്കല്ലേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്താണ്. അതുകൊണ്ട് ആ ദുആ പതിവാക്കിയാൽ മരണസമയത്ത് മാലാകമാരുടെ ലീഡറെ മുഖറബുൽ അംലാ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നിന്റെ സമീപത്തെത്തുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് ഇബ്രാഹിം നബിയുടെ പേടി. ഈമാനില്ലാതെ മരിച്ചു പോകുമെന്നുള്ള പേടി. അപ്പൊ ആ പേടി മാറ്റാൻ നമ്മൾ എന്ത് വേണം? കൃത്യമായിട്ട് ദ്വാരക്ക് പേടിച്ചേ മതിയാവൂ. ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ? നമ്മുടെ വീട്ടിൽ വാപ്പ മരിക്കാൻ കിടക്കുകയാണ്, ഉമ്മ മരിക്കാൻ കിടക്കുക. എവിടാ? വൃദ്ധസദനത്തിൽ. ഇല്ലേ? അള്ളാന്റെ പണിയല്ലേ നമുക്ക് തന്നത്? പടച്ചവന്റെ പണിയല്ലേ? ഇന്ന് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ വണ്ടി പിടിച്ചിട്ട് പോവാ വാപ്പായമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ. എവിടെന്ന്? വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഉമ്മയും വാപ്പയും മുറുക്കി തുപ്പുന്നതും ഉമ്മയും വാപ്പയും കാർക്കിച്ചു തുപ്പുന്നതും നമ്മുടെ വീട്ടിലായി പോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ നമ്മുടെ വീട് മലീമസമായി പോകുമെന്ന് ഭയപ്പെട്ടപ്പോ നമ്മൾ കൊണ്ടുവന്ന് സുരക്ഷിത സ്ഥലങ്ങളിൽ ഏൽപ്പിച്ചു ഉമ്മയും വാപ്പയെയും. ഇപ്പൊ എന്താണ്? എല്ലാരും വിളിക്കാണ് ഉമ്മായും വാപ്പായും. നിങ്ങൾ വരി, സന്തോഷത്തോടെ വരി, നിങ്ങൾ നമ്മുടെ വീട്ടിൽ മരിക്കുന്നത് വരെ ഒരുമിച്ച് കഴിയാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മയും വാപ്പയും. എന്താ കാരണം എന്ന് പറ. എന്താ കാരണം? NRC വന്നതുകൊണ്ടല്ല. ഈ പ്രായം ചെന്ന ഉമ്മാടെ വാപ്പാടെയും കയ്യിലുണ്ട് 971 അടിയാധാരം. അത് കാണിച്ചാ ഇവിടെ നിർത്തിയാലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉമ്മായും വാപ്പായും തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അഭിപ്രായം, ഒരെണ്ണം വൃദ്ധസദനത്തിൽ നിന്ന് പുറത്തിറങ്ങരുത്. അവരെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിടക്കാം. അള്ളാഹുവിന്റെ പണിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. പോട്ടെ, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഞാൻ എല്ലാ വേദികളിലും അത് പറയുന്നതാണ്. ലൈവ് നിങ്ങൾ കേൾക്കുന്നത്. ലൈവാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. കൂടുതൽ ലൈവാണ് നമ്മളെ കൂടുതൽ പഠിക്കാൻ പ്രേരണ നൽകുന്നത്. പണ്ടൊക്കെ ഒരു വിഷയം 50 വേദികളിലൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല. ഈ വിഷയം ഇവിടെ പറഞ്ഞാൽ ഇനി ഈ ദുനിയാവിൽ NRC വരുന്നവരെ വേറെ അങ്ങും പറയാൻ പറ്റൂല. NRC കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ട അവസ്ഥയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സരസി പറഞ്ഞ വിഷയം വേറെ അങ്ങും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പഠിക്കാൻ അതൊരു കാരണമാണ്. ഏതായിരുന്നാലും പോട്ടെ, കേൾക്കുന്നവർ പഠിക്കട്ടെ. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഉസ്താദുമാർ എഴുതി തരുന്നതും പഠിപ്പിക്കുന്നതും നമ്മുടെ ശബ്ദവും വെളിച്ചമുള്ളിടത്തോളം കാലം നമ്മൾ പോയി സംസാരിക്കും. ഇരിക്കുന്ന എല്ലാ ഉസ്താദുമാരും പ്രഭാഷകരും പ്രസംഗിക്കുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ അവരൊക്കെ ഇതിനു വേണ്ടി സമയം കണ്ടെത്താത്തത് ഇത് നല്ല സുഖമുള്ള പരിപാടിയൊന്നും അല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഉമ്മയും ഉപ്പയും നമ്മൾ വീട്ടിലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ വാപ്പായുമായി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്ന് പഠിപ്പിക്കാൻ സമയമില്ലല്ലോ.
ഉമ്മയും വാപ്പയും ഇതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എത്ര സ്ഥലങ്ങളിലാണ് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് കൊണ്ട് പള്ളിയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ചോദിക്കാണ്, ആരാണ് നമസ്കരിക്കുന്നത്, ആരാണ് നിസ്കരിക്കുന്നത്? അറിവുള്ളവൻ നിസ്കരിക്കട്ടെ, അത് നമ്മൾ അതിന് ന്യായം ഉണ്ട്. എങ്കിൽ പോലും 3ാം 4ാമത്തെ സഫി എന്ന് പറയാണ്, ഉസ്താദ് അങ്ങ് നിസ്കരിക്കുക, എനിക്ക് പൊരുത്തം തന്നെ, ഉസ്താദ് അങ്ങ് നിസ്കരിച്ചോളി, എനിക്ക് പൊരുത്തം തന്നെ. ആരാ പറയുന്നത്? കഷ്ടപ്പെട്ട് പെറ്റ് വളർത്തി വലുതാക്കി തണ്ടിയും തടിയുമാക്കി ചോരയും നീരും വെപ്പിച്ച് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ആ മകന് 4 തക്ബീർ ചൊല്ലി ഫാത്തിഹയും സ്വലാത്തും ദുആയും ചൊല്ലി സലാം വീട്ടാൻ അറിയാത്ത മകന് എന്തു ഗുണമാണ് ഈ ലോകത്ത് നമുക്കുണ്ടാക്കിയെടുക്കുന്നത്? അത്രയെങ്കിലും നമ്മൾ പഠിപ്പിക്കണം. വേറെ ഒന്നും പഠിപ്പിക്കും. നീ കബറിനടുത്ത് വരവും വേണ്ട, ദുആരൊക്കെ വേണ്ട, നീ നിന്റെ ജോലിയൊക്കെ പൊയ്ക്കോ എന്ന് നമുക്ക് പറയാം. വേണമെങ്കിൽ പറയാം. അതിനകത്ത് ചെല്ലുമ്പോൾ പിന്നെ അറിയാം, ആരെങ്കിലും ഒരു സലാം എറിഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ കൊള്ളാൻ നമ്മൾ ആഗ്രഹിക്കും. അത് വേറൊരു വിഷയം. ഏതായാലും ഉമ്മയും ഉപ്പയും മരിക്കുന്ന നേരത്തൊന്ന് കുളിപ്പിക്കാനെങ്കിലും മക്കളെ ഉപകരിപ്പിക്കണ്ടേ? ആരാ കുളിപ്പിക്കുന്നത്? ഒരു ജുമയുടെ ആളുണ്ടാവും കയറിയിട്ട് കുളിപ്പിക്കാൻ. അവസാനം മയ്യത്ത് തന്നെ ചിന്തിച്ചു ചില സമയത്ത്, പടച്ചോനെ ഈ തിരക്ക് കാരണം ഞാൻ അങ്ങിറക്കി കൊടുത്താലെന്ന് മയ്യത്ത് ചിന്തിച്ചു. അത്ര രീതിയിലാണ് ആളതിനകത്ത് തള്ളി കയറുന്നത്. ഒരു കുളിപ്പിക്കുന്നവന് സഹായം മാത്രം കയറേണ്ട സ്ഥലത്ത് ഒരു ജുമയുടെ ആളുണ്ടാവും, 40 പേരുണ്ടാവും വളഞ്ഞു നിന്നിട്ട്, അവിടെ പിടി ഇവിടെ പിടി അവിടെ ഓടി ഇവിടെ കയറ്റി എന്ന് പറഞ്ഞിട്ട് എന്തൊരു ബഹളമാണ്. എന്നിട്ട് സമയത്ത് പെണ്ണുങ്ങളുടെ മയ്യത്താണെങ്കിൽ ഇമാമ് ചെറുപ്പക്കാരനാണ്, മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നരച്ചിട്ടേ പുറത്തിറങ്ങാൻ പറ്റൂ, കാരണം ഇത് കുളിപ്പിച്ച് തീരൂല. കാരണം എന്താണ്? ആള് കൂടിയ പാമ്പ് ചാവൂല. 40 സ്ത്രീകൾ നിന്നിട്ട് 40ന് 40 അഭിപ്രായമാണ്, 40 ന്യായീകരണങ്ങളാണ്. ഒരാള് നിൽക്കണം, ഒരാളെ കൂടെ വെള്ളം ഒഴിക്കാൻ സഹായിക്കണം, മാന്യമായിട്ട് കുളിച്ച് ആണുങ്ങളെ എടുത്ത് കൊടുക്കണം, പെട്ടെന്ന് കഫൻ ചെയ്യണം, കൊണ്ടുവന്ന് അടക്കണം. അതാണ് ഇസ്ലാമിന്റെ മര്യാദ. ഇതങ്ങനെയാണോ? ഇത് ജീവിതത്തിൽ അവര് പോലും ഇത്രയും തേച്ച് കുളിച്ചിട്ടില്ല. അവരാണ് മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മത്സരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ലോഡിംഗ് തൊഴിലാളികളെ ഞാൻ ആക്ഷേപിക്കുന്നതല്ല. ലോഡിംഗ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ഷേപിക്കുകയാണെന്ന് തൊഴിലാളികൾ ചിന്തിച്ചു പോകരുത്. ഞാൻ പറയുന്നൊരു വാക്ക് ഗൗരവത്തിലെടുക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. സ്വന്തം വാപ്പ മരിക്കുമ്പോ പുറത്ത് നാളെ വിളിച്ചിട്ട് കുളിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. മകൻ കുളിപ്പിക്കണം, ഉമ്മ മരിച്ച മകള് കുളിപ്പിക്കണം. അതിന് നമ്മൾ പഠിക്കണം. അതൊക്കെ ഇതുപോലെ ക്ലാസ് വെച്ച് പഠിപ്പിക്കണം. ഇനി അതൊക്കെ വെക്കേണ്ടത്, ഇനി അതാ വെക്കേണ്ടത്. ഇനി കൈ എവിടെ കെട്ടണം, ഇവിടെ കെട്ടണോ, ഇവിടെ കെട്ടണോ, ഇങ്ങനെ അനക്കണോ, ഇങ്ങനെ അനക്കണോ, അതല്ല ഇനി പഠിപ്പിക്കാനുള്ളത്. അതൊക്കെ സമയം കഴിഞ്ഞു പോയി. ഇനി കുളിപ്പിക്കേണ്ട എങ്ങനെ പഠിപ്പിക്ക്. ഇനി കൈ അനക്കണം, തറാവീയുടെ എണ്ണവും കുനു തോതണോ വേണ്ടോ, വിരൽ എവിടെ അനക്കണം, എവിടെ കെട്ടണം, അതൊക്കെ ഒന്ന് നിർത്തിവെക്ക്. തവസ്സുല ഇസ്തിഗാസ എല്ലാം നിർത്തിവെക്ക്. ആ ചർച്ച കളയി. എന്നിട്ട് നിങ്ങൾ ചർച്ച ചെയ്യ്. മരിക്കുന്നവരെ കുളിപ്പിക്കാൻ പഠിപ്പിക്ക്, മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്ക്. അതൊക്കെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്ക്. ഇനി ഇതും പൊക്കി പിടിച്ചോണ്ട് ഈ വരുന്ന രീതിയിൽ ഇങ്ങനെ റോഡുകൾ മുഴുവനും കൊണ്ട് വെച്ചിട്ട് ഈ ലൈവായിട്ട് ഇതെല്ലാം അങ്ങോട്ട് അവര് പറഞ്ഞ കണ്ടോ എന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് അങ്ങോട്ട് ഇട്ട് സന്ദർഭത്തിൽ നിന്നെടുത്ത് തല്ലി ഓടിക്കണം. അവനെയൊക്കെ തല്ലി ഓടിക്കണം. അവനൊന്നും പുറം ലോകം കാണാത്ത തല്ലി ഓടിക്കണം. ഇതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടായിരിക്കും, അത് നിങ്ങൾ ചെയ്തോളി. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, അത്യാവശ്യമായ വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ സമുദായത്തെ വാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കാൻ മോനെ പഠിപ്പിക്കണം, കഫൻ പൊതിയാൻ പഠിപ്പിക്കണം. 50 വയസ്സായ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുക, ഉസ്താദേ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുളിക്കുമ്പോൾ നിയ്യത്ത് എന്താ? എത്ര വയസ്സുണ്ട്? 50 വയസ്സ്. 15 വയസ്സിൽ പ്രായപൂർത്തിയായി. 10 വയസ്സുടെ കഴിഞ്ഞപ്പോ പിടിച്ച് പെണ്ണ് കെട്ടിച്ചു. അപ്പൊ 25 വയസ്സായി. 25 വയസ്സ്, 25 വർഷം ജീവിച്ചു ഭാര്യയും ഭർത്താവുമായിട്ട്. 25 വർഷത്തിനിടയിൽ എത്ര തവണ ഭാര്യ ഭർത്തൃ ബന്ധം നടത്തിയിട്ടുണ്ട്? അതിനിടയിൽ ഒന്നുമില്ലാത്ത ചോദ്യമാണ് 50ാമത്തെ വയസ്സ് ചോദിക്കുന്നു, ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടിട്ട് കുളിക്കുമ്പോൾ ഉള്ള നിയ്യത്ത് എന്താന്ന്? അപ്പൊ ഈ 25 വർഷത്തെ നിസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് എന്നാ പഠിക്കുന്നത്? ഇനി എന്നാ പഠിക്കാൻ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്നവർക്ക് മരണപ്പെടാനുള്ള സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന ആളുകളോടുള്ള ചില കടമകളിൽ ഒരു കടമ, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ ഓർത്തത് കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കൊടുക്കണം. കൃത്യമായിട്ട് വെള്ളം കൊടുക്കണം. മരിക്കാൻ കിടക്കുന്നവർക്ക് വെള്ളം കൊടുക്കണം. നല്ല ഇബാദത്തുള്ള മനുഷ്യനായിരുന്നെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോ തന്നെ മതിയെന്ന് പറയും. ഇല്ലെങ്കിൽ വായിലൂടെ പുറത്തേക്ക് അങ്ങ് ഒഴുകിപ്പോവും. നിസ്കാരമൊന്നും ഇല്ലാത്ത കാളയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ സംഭവിക്കുന്നത് എന്താ? പഴയ അംബാസഡർ കാറിന്റെ റേഡിയേറ്ററിലെ വെള്ളം ഒഴിക്കും പോലെ ഇരിക്കും. ഒരു കിണറിലെ വെള്ളം മൊത്തം ഒഴിച്ചാലും തീരൂല. എന്തായാലും വാ അങ്ങനെ തുറന്നു വെച്ചോണ്ടിരിക്കും.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നല്ല മരണം തരട്ടെ. അള്ളാഹു നല്ല മരണം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മരിക്കാൻ കിടക്കുന്നവന് വെള്ളം കൊടുക്കണം. എന്തുകൊണ്ടാണ്? മഹാനായ അബൂ സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കഥ പറയുന്നുണ്ട്. ആരാണ് അബൂ സക്കരിയ എന്നറിയോ? പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെ മുഴുവനും വിളിച്ചിരുത്തിയിട്ട് അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ കലിമ ചൊല്ലാതെ മരിക്കല്ലേ, കലിമ ചൊല്ലാതെ മരിക്കല്ലേ. ആ പ്രിയപ്പെട്ട അബൂ സക്കരിയ എന്ന് പറയുന്ന പണ്ഡിതന് അവസാന സക്കറാത്തിന്റെ ഹാലിൽ എത്തപ്പെടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെല്ലാം നാലു ഭാഗത്തും ഓടുകയാണ്. ഉസ്താദിന്റെ സക്കറാത്തിലെ ശിഷ്യന്മാരെ ഓടിയണഞ്ഞു. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന ശിഷ്യഗണങ്ങളെ ഉസ്താദ് കിടക്കുകയാണ്. സക്കറാത്തിന്റെ വേളയാ. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ എന്ന് പറയുമ്പോ ഉസ്താദ് ഇടതുഭാഗത്തേക്ക് അങ്ങ് തലതിരിക്കുകയാണത്രേ. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. അവര് ഇടതുഭാഗത്ത് വന്നു നിന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉസ്താദ് വീണ്ടും വലതുഭാഗത്തേക്ക് തലതിരിച്ചു കളഞ്ഞു. ഏത് ഉസ്താദാണ്? ഈ ഉസ്താദാണ് പഠിപ്പിച്ചത് കലിമതല്ലാതെ മരിക്കല്ലേ മക്കളെ എന്ന്. അവസാനം ഉസ്താദ് വലതുഭാഗത്തേക്ക് വീണ്ടും തലതിരിച്ചത് കണ്ടപ്പോ ശിഷ്യഗണങ്ങളെ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറയുകയാണ്, ലാ അഖൂലു ഹകദാ, ഞാനങ്ങനെ പറയൂല, ഞാനങ്ങനെ പറയൂല. ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ച ഗുരുനാഥന്റെ കഥയാ. ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരിക്കല്ലേ എന്ന് പഠിപ്പിച്ച ഒരു ഗുരുനാഥന്റെ കഥയാണ് പറയുന്നത്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ശിഷ്യഗണങ്ങൾ പലരും ബോധം കെട്ടുപോയി. ചരിത്രം രേഖപ്പെടുത്തുന്നത് പലരും മരിച്ചു തന്നെ പോയെന്നാണ്. കാരണം എന്താ? ഞങ്ങളുടെ ഗുരുനാഥൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നോർത്തിട്ട്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, സക്കറാത്തിന്റെ ഹാലിൽ നിന്ന് മുക്തനായി ഉസ്താദ്. അദ്ദേഹത്തിന് അല്ലാഹ് റൂഹ് പിടിക്കാൻ തീരുമാനിച്ചില്ല. ആ അവസ്ഥയിൽ നിന്ന് പതുക്കെ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ, ഉസ്താദേ, എന്തായി കാണുന്നത്? ശിഷ്യഗണങ്ങൾ കരഞ്ഞുകൊണ്ട് കാര്യം ചോദിച്ചു. ഉസ്താദ് ചോദിച്ചു, എന്താ മക്കളെ മനസ്സിലായില്ല? ഉസ്താദ്, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല മക്കളെ, എനിക്ക് ഓർമ്മയില്ല. ഉസ്താദേ, ഞങ്ങളെ വലതുഭാഗത്ത് നിന്ന് ഉസ്താദേ ഞങ്ങളെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ. നിങ്ങൾ ഇടതുഭാഗത്തേക്ക് തലതിരിച്ചു കളഞ്ഞു. അവിടെ വന്ന് പറഞ്ഞപ്പോഴും വലത്തോട്ട് തലതിരിച്ചു. ഞങ്ങളെ പിടിച്ചു കുലുക്കിയിട്ട് ഉറക്കെ പറഞ്ഞപ്പോ നിങ്ങൾ അങ്ങനെ പറയൂലെന്നല്ലേ പറഞ്ഞത്? ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, മക്കളെ, എനിക്കതൊന്നും അറിയില്ല. ഞാൻ എന്റെ റൂഹ് വിട പറയാൻ എടുത്ത സമയമെത്തിയപ്പോ എന്റെ അടുത്ത് അതാ വല്ലാത്ത ദാഹം വന്നു. എന്റെ തൊണ്ട പൊട്ടുന്ന ദാഹമാണ്, പരദാഹമാണ്. പൈതാഹമടക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന് ആശിച്ചു. നിങ്ങളാണെങ്കിലോ എനിക്ക് വെള്ളം തരുന്നില്ല. നിങ്ങൾ നാലു ഭാഗത്തും ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോഴാണ് എന്റെ മുമ്പിൽ നിസ്കാരത്തഴമ്പുള്ള ദാടി നരച്ച തലമുടി നരച്ച കാണാൻ നല്ല നൂറുള്ള ഒരു വൃദ്ധനായ ഒരു സഹോദരൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അബൂ സക്കരിയ, വെള്ളം വേണമല്ലേ? അതെ, എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ നേരെ വെള്ളത്തിന്റെ പാനപാത്രം നീട്ടി. ഞാനത് വാങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ എന്നോട് പറഞ്ഞു, വെറുതെ ഞാൻ അങ്ങ് തരുമെന്ന് കരുതിയോ? പറ, ഖുൽ ഈസാ നബി അള്ളാന്റെ മോനാണെന്ന് നീ ഒന്ന് പറഞ്ഞാ വെള്ളം തരാ. എനിക്ക് മനസ്സിലായി വന്നത് ശൈത്താനാണെന്ന്. ഞാൻ വലത്തോട്ട് തിരിഞ്ഞിരുന്ന തല ഞാൻ അങ്ങ് ഇടത്തോട്ട് തിരിച്ചതപ്പോഴാണ്. അവൻ വിട്ടില്ല, വീണ്ടും അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, വെള്ളം വേണ്ടേ അബൂ സക്കരിയ? തൊണ്ട പൊട്ടുന്ന അവസരത്തിൽ എനിക്ക് വെള്ളം വേണമെന്ന് തോന്നി. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, വെള്ളം തരുവോ? ആ സമയത്ത് എന്നോട് പറഞ്ഞു, നബി അള്ളാന്റെ മോനാണെന്ന് പറ. ആ സമയത്ത് വീണ്ടും ഞാൻ മുന്നിലോട്ട് തലയങ്ങ് തിരിച്ചതാണ്. ആ സമയത്ത് വീണ്ടും വെള്ളപ്പാത്രം പിടിച്ചെന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഞാൻ ഉറക്കെ പറഞ്ഞു, വേണ്ടടാ, വേണ്ടടാ, വെള്ളം കിട്ടാതെ ഞാൻ മരിച്ചാലും ലാ ഖൂലു ഹകദാ, ഈസാ നബി അള്ളാന്റെ മോനാണെന്ന് ഞാൻ പറയൂലടാ. ഞാൻ അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞ നിങ്ങൾ ചൊല്ലിത്തരുന്ന കെലിമയെ പറ്റിയല്ല ഞാൻ
ഞാൻ പറഞ്ഞത്, മറിച്ചോ ഞാൻ പറഞ്ഞത് എനിക്ക് വെള്ളം തന്ന ശൈത്താൻ ഈസാ നബിയുടെ മോന് അള്ളാന്റെ മോനാണെന്ന് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞതാണ് ഞാൻ അങ്ങനെ പറയൂലെന്ന്. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും സക്കറാത്തിന്റെ വേളയിലെത്തിയാൽ ജീവിച്ചിരിക്കുന്നവരെ വെള്ളം കൊടുക്കണേ നിങ്ങൾ. ഇല്ലെങ്കിൽ അവര് വെള്ളം ദാഹിച്ചിട്ട് ആരിൽ നിന്നെങ്കിലും വെള്ളം വാങ്ങിച്ചു കുടിക്കും. ആ കൊടുക്കുന്നത് വെറുതെ ആവൂല, പകരം ഈ ഒരു വാക്ക് പറയേണ്ടി വരും. നിങ്ങളുടെ വാപ്പ നരകത്തി പോകുന്നത് സഹിക്കുവോ? നിങ്ങളുടെ ഉമ്മ നരകത്തി പോകുന്നത് സഹിക്കുവോ? നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പൊന്നുമക്കൾ, നിങ്ങളുടെ ഉസ്താദ്, നിങ്ങളുടെ ശിഷ്യഗണങ്ങൾ നരകത്തി പോകുന്നത് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ വെള്ളം കൊടുക്കും, മരിക്കുന്നവർക്ക് അല്ലാഹുവിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് മതബോധം വേണം, ഇൽമ പഠിപ്പിക്കണം. ചില മക്കൾക്കറിയാം ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്നറിയോ? വാപ്പാടെ സക്കറാത്തിന്റെ ഹാല് വരുമ്പോ വിളിക്കടാ, പെട്ടെന്ന് വിളി, 108 വിളിച്ചു, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് വാപ്പാടെ മൂക്കിലെല്ലാം കൂടെ വെച്ച് ഓക്സിജൻ പിടിച്ചാൻ കൊടുക്കുന്നു. നല്ലൊരു കെലിമ പറയാൻ പോലും പറ്റൂല. കാരണം ആ അവസ്ഥയിൽ മൂക്കും വായും ഒക്കെ നിറച്ച് ഈ ഓക്സിജൻ പിടിച്ചാൻ കൊടുത്തിരിക്കുക, നേരെ കയറ്റി അങ്ങ് വിടുന്നു. ആത്മീയ വിദ്യാഭ്യാസം കൂടെ ഉള്ള മോനാണെങ്കിലോ ചില അടയാളങ്ങൾ കാണുമ്പോ അവനറിയാം ഇത് സക്കറാത്തിന്റെ ഹാല. അവിടെ വന്നിരുന്ന് സൂറത്ത് റഅദും സൂറത്ത് യാസീനും സൂറത്തുൽ മുൽക്കും ഒക്കെ ഓതി വാപ്പാന്റെ റൂഹ് സമാധാനത്തോടെ പോകുന്നതിന് സൗകര്യമൊരുക്കും. അതല്ലേ വേണ്ടത്? അതുകൊണ്ട് മതബോധമുള്ള മക്കളാക്കി നിങ്ങളുടെ മക്കളെ മാറ്റിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ നിങ്ങളുമായി സഹവസിക്കാത്തതിന്റെ മൂന്നാമത്തെ കാരണം എന്റെ ശ്രദ്ധ ഞാൻ മുസ്ലിമായിട്ട് മരിക്കോ കാഫിറായിട്ട് മരിക്കോ എന്ന അർത്ഥത്തിലാണ്. ചോദിച്ചു 4 ഏതാ? അതുകൂടെ പറയുമ്പോൾ നമ്മുടെ വിഷയം പൂർത്തിയാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. 4ാമത് ഏതാണ് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ മനസ്സിന്റെ ചിന്ത? ആ സമയത്ത് ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് എവിടെയെങ്കിലും നിന്ന് ഉള്ള ഒരു കാര്യമല്ല ഈ പറയുന്നത്. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് ബൃഹത്തായ ഒരു വലിയ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം മഹാനവറുകളുടെ ജനനം മുതൽ മഹാനവറുകളുടെ മരണം വരെ പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്കുള്ള അദ്ദേഹത്തിന്റെ തൗഹീദിലേക്കുള്ള യാത്രയും അദ്ദേഹത്തിന്റെ ചില പ്രകാശം പരത്തുന്ന ചില നുറുങ്ങുകളും അവരുടെ ജീവിതത്തിലെ യാത്രകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥത്തിലുള്ള കാര്യമായി പറയുന്നത്. 4ാമതായി എന്റെ ചിന്ത മുഴുവനും അല്ലാഹുവേ, നാളെ പരലോകത്ത് വരുന്ന സമയത്ത്, നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അവിടെ നിന്റെ പ്രഖ്യാപനമുണ്ടാകുമല്ലോ. എന്താണ്? വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു സമയമാണ് ഇത്. വിശദീകരണങ്ങളില്ലാതെ കാര്യം മാത്രം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ബോധിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. നാളത്തെ മഹ്ശറ, ആ മഹ്ശറ സഭയില് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അല്ലാഹു എന്ന യജമാനനായ പടച്ചതമ്പുരാനെന്ന സർവേശ്വരനായ സർവശക്തനായ രാജാധികാരമുള്ള ഭരണാധികാരി മാത്രമാണ്. അവിടെ അസിസ്റ്റന്റുകളില്ല, അല്ലാഹുവിനെ അസിസ്റ്റ് ചെയ്യാൻ ആളുകളില്ല. അവിടെ അല്ലാഹു മാത്രമാണ്. ഒരു ബെഞ്ചല്ല വിധി പുറപ്പെടുവിക്കുന്നത് അല്ലാഹു മാത്രമാണ്. അവിടെ വക്കീലുമാരില്ല, അവിടെ സാക്ഷികളുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അവിടെ വാദികളും പ്രതികളുമുണ്ട്. അത് നമ്മളിൽ പലരുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാദികളും പ്രതികളുമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ഇഞ്ച് പോലും അനീതിയില്ല. ഒരു അനീതി അവിടെ ഇല്ല. ആ മഹ്ശറ വനസഭയിൽ നിർത്തപ്പെടുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. നിസ്കാരമുള്ളവനും ഇല്ലാത്തവനും, നോമ്പ് പിടിച്ചവനും പിടിക്കാത്തവനും, കാഫറും മുസ്ലിമും മുനാഫിക്കും എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ്. മാറിക്കടാ അയ്യുഹൽ മുജ്രിമൂൻ, തെമ്മാടികളെ മാറി നിൽക്കട അങ്ങോട്ട്. അള്ളാഹുവിന്റെ കൽപ്പന. സൂറത്ത് യാസീൻ നമ്മൾ ഓതിയില്ലേ?
അങ്ങോട്ട് മാറി നിൽക്കടാ, പടച്ചവന്റെ കൽപ്പനയാണ്. രാജപ്രൗഢിയിലെ രാജകീയ ഭാഷണം വരുന്നു. മാറി നിൽക്കടാ അങ്ങോട്ട്. തെമ്മാടികളെ, നിങ്ങൾ എന്തിനാ വിശ്വാസികളോടൊപ്പം ചെന്ന് നിൽക്കുന്നത്? അന്ന് മാറും ഒരുപാട് ആളുകൾ, അന്ന് മാറ്റപ്പെടും ഒരുപാട് ആളുകൾ. അന്ന് മുസ്ലിമിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അള്ളാഹു അനുവദിക്കൂല. മാറി നിൽക്കടാ എന്ന് പറയും. എന്നിട്ട് അവനോട് ചോദിക്കും, മലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. പറഞ്ഞില്ലേടാ ഞാൻ നിന്നോട് ശൈത്താൻ ആരാധിക്കരുതെന്ന്? ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുതെന്ന്? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ ശത്രുവാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അനി ഇബ്ദൂനി ഹദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ 17 പ്രാവശ്യം ദിവസം ചോദിച്ച മുസ്തഖീമായ പാത എന്നെ ആരാധിക്കലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലാ തഅഖിലൂൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങളിൽ അധികം ആളുകളെയും ശൈത്താൻ പിഴപ്പിച്ചല്ലോടാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു മുഅ്മിനീങ്ങളുടെ മുമ്പിൽ നിന്ന് അല്ലാഹു തആല തെമ്മാടികളെ മാറ്റി നിർത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എന്നെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുവോ അല്ല തെമ്മാടികളെന്ന് വിളിച്ച കൂട്ടത്തിലേക്ക് അല്ലാഹു എന്നെ മാറ്റി നിർത്തുമോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ഉത്തരം കണ്ടെത്തുന്നത് വരെ ആരുമായിട്ട് ഞാൻ ഒരു ചങ്ങാത്തത്തിനില്ല. 4ാമത്തെ അവസരവും 4ാമത്തെ ചിന്തയും 4ാമത്തെ ടെൻഷനും ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ നിങ്ങൾ ആരെയും തമ്മിൽ അകറ്റപ്പെടുന്നില്ല, ആരെയും തമ്മിൽ അകറ്റപ്പെടുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഓരോരുത്തരെയും അള്ളാഹു തആല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തും. ഇവിടെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം. ഒരു ചെറിയ വിഷയം, അത് നിങ്ങൾ കേട്ട് ഇന്നത്തെ ദിവസം മുതൽ ഹയാത്താക്കിയാൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ നമുക്ക് ശൈത്താനെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പടച്ചതമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും നമ്മൾ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ബിലാലെ, നീ എന്ത് അമലാണ് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നീ ഇഷ്ടപ്പെട്ട് ചെയ്തത്? കാരണം സമയത്തു ദഫന അലൈക ബൈന യദൈ ഫിൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ നടന്നു പോകുമ്പോ എന്റെ മുന്നിൽ നിന്റെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുകയുണ്ടായി. എന്ത് അമലാ നീ ചെയ്തത്? അള്ളാന്റെ റസൂലേ, ഞാൻ എപ്പോഴും ഒളുവോടുകൂടി നടക്കുന്ന ആളാണ്. ഒരിക്കൽ പോലും എന്റെ ഒളു ഇല്ലാത്തൊരവസ്ഥ എനിക്കില്ല. ഒളു മുറിഞ്ഞാലോ പെട്ടെന്ന് ഒളുവെടുക്കും. ഒളുവെടുത്താൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ ഒളു ഞാൻ നിലനിർത്തി കൊണ്ടുപോകും. എപ്പോഴും മുറിയോ അപ്പോൾ ഒളുവെടുക്കും, അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കും. ഇതെന്റെ പതിവാണെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തോളെ. എപ്പോഴാ മരിച്ചാലും ഒളുവോടുകൂടി മരിക്കാം. എപ്പോഴും നമുക്ക് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകേണ്ടി വന്നാലും നമ്മൾ ഒളുവോടുകൂടി നമ്മൾ പോകൂലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തെറ്റ് നമ്മൾ മനസ്സിൽ തോന്നുമ്പോഴൊക്കെയും ഞാൻ ഒളുവിലാണല്ലോ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകും. അള്ളാഹു നന്നാക്കി തരട്ടെ.